ഈവൻ ദ ബെല്ലി ഓഫ് വെയിൽ ദർ ഇസ് എ ഹോപ്പ്. നീനവ പ്രദേശത്തേക്ക് അവിടെയുള്ള ആളുകൾക്ക് മുമ്പിൽ ഏകദൈവ വിശ്വാസത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കാൻ ദുന്നൂൻ പ്രവാചകൻ നിയോഗിതനാവുകയാണ്. അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രബോധന പരിശ്രമങ്ങൾക്കൊടുവിലും ബഹുദൈവ വിശ്വാസത്തിന്റെ അഗാധമായ ഗർത്തങ്ങളിൽ നിന്നും മാറി ചിന്തിക്കാത്ത അദ്ദേഹത്തിന്റെ സമുദായത്തെ സംബന്ധിച്ച് കുപിതനായ അദ്ദേഹം അവിടെ നിന്നും നാടുവിടുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഒരു ഞെരുക്കം അദ്ദേഹത്തെ ബാധിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ സഞ്ചാരവേളയിൽ സമുദ്രം പ്രക്ഷുബ്ധമാവുകയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലിന്റെ അപകട ഭീഷണിയെ മുൻനിർത്തി കപ്പലിന്റെ ഭാരം കുറക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് എറിയാനുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നറുക്കിടുകയും ചെയ്യുകയാണ്. നറുക്ക് വീണ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ കടലിലേക്ക് എറിയപ്പെടുകയും ഒരു ഭീമാകാരമായ മത്സ്യം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങുകയും ചെയ്യുന്നു. ഫനാദ ഫിദ്ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് രക്ഷപ്പെടാനുള്ള പഴുതുകളെല്ലാം അടഞ്ഞ് മത്സ്യത്തിന്റെ വയറ്റിൽ അന്ധകാരത്തിന് മേൽ അന്ധകാരത്തിലിരിക്കുന്ന യൂനുസ് നബി പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷയർപ്പിക്കുന്നതും പ്രപഞ്ചലോക രക്ഷിതാവായ റബ്ബിനോട് മാത്രമായിരുന്നു. തവക്കുലിന്റെ വിഷയത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് വലിയ മാതൃകയാണ്.